വർഷം 1992. തൻ്റെ ഇളയ സഹോദരനായ ബ്രയാൻ്റെ കൊലപാതകത്തിന് താനാണ് കാരണമെന്നുള്ള സ്വീറ്റ് എന്ന ബ്രദറിൻ്റെ ഒരു ഒപ്പീനിയൻ അല്ലെങ്കിൽ അവൻ്റെ ഒരു വാദം കാരണം നമ്മുടെ CJ അഥവാ കാൾ ജോൺസൺ ഈ സിറ്റി വിട്ട് അഥവാ ഗ്രോവ് സ്ട്രീറ്റ് വിട്ട് നമ്മുടെ ലിബർ സിറ്റിയിലേക്ക് പോയ ആ ഒരു ടൈം തൻ്റെ അമ്മയുടെ മരണം അറിഞ്ഞ് തിരികെ നമ്മുടെ ഗ്രോവ് സ്ട്രീറ്റ് അഥവാ ലോസ് സാൻഡോസിൽ നമ്മുടെ CJ എത്തിയിരിക്കുന്ന ആ ഒരു ടൈം എയർപോർട്ടിൽ നിന്ന് ഇറങ്ങിയ സമയം തന്നെ നമ്മുടെ പോലീസ് ഓഫീസറായ അദ്ദേഹം നമ്മുടെ സീസറിനെ നമ്മുടെ CJ അഥവാ കാൾ ജോൺസനെ ഇപ്പോൾ അറസ്റ്റ് ചെയ്യാൻ നിൽക്കുകയാണ്. ഈ പോലീസ് ഓഫീസർ എന്ന് വെച്ചാൽ വളരെ നല്ല രീതിയിലുള്ള ഒരു അഴിമതിക്കാരൻ തന്നെയാണ്. CJയുടെ കയ്യിലുള്ള പല വസ്തുക്കളും അതുപോലെ ഡ്രഗ് ഡീലിംഗ് ഈ CJയ്ക്കും അതുപോലെ ഗ്രോവ് സ്ട്രീറ്റിനും അതുപോലെ ബെല്ലാസ് ഗ്യാങ്ങൊക്കെ ഞാൻ വരുന്ന എപ്പിസോഡിൽ എന്തായാലും വിശദീകരിച്ചു തരുന്നതാണ്. അതുപോലെ ഇവരുടെ ഒക്കെ ഗ്യാങ്സിൽ നിന്ന് ഒരു വരുമാനം അല്ലെങ്കിൽ ഒരു പെർസെൻറ്റേജ് വാങ്ങിയെടുക്കുന്ന ആളാണ് ഈ കാണുന്ന പോലീസ് ഓഫീസർ. CJ നമ്മുടെ ലോസ് സാൻഡോസിൽ എത്തിയെന്ന അറിവ് കിട്ടിയതിന് ശേഷമാണ് ഈ പോലീസ് ഓഫീസർ അവനെ വേട്ടയാടി തുടങ്ങിയത്. അതിൽ നിന്ന് അവൻ്റെ കയ്യിലുള്ള പണവും അവൻ്റെ എക്യുപ്മെൻസും എല്ലാം തന്നെ അവനിൽ നിന്ന് ചോർത്തുകയും പിന്നീട് അവനെ അറസ്റ്റ് എന്ന രീതിയിൽ അവരുടെ പോലീസ് കാറിൽ കയറ്റുകയും അവനെ ഈ സിറ്റിയിൽ ലോസ് സാൻഡോസ് സിറ്റിയിൽ ഒരു കറക്കം കറക്കി അവനെ ഒന്ന് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് തന്നെ അവനെ നല്ല രീതിയിൽ ചൂഷണം ചെയ്യാൻ ഇവർ ഉദ്യോഗിച്ചിരുന്നു. നമ്മുടെ CJ അവൻ്റെ അമ്മയുടെ പേരിൽ കുറേ ഇമോഷണലായുള്ള കാര്യങ്ങൾ പറയുകയും അതിനെ വളരെയധികം നിസാരവൽക്കരിച്ച് തമാശ രീതിയിൽ അവർ അതിനെ കളിയാക്കിയ രീതിയിൽ റിപ്ലൈ കൊടുക്കുകയും CJയെ ഒരു വിലയില്ലാത്ത രീതിയിലുള്ള വർത്തമാനം പറയുകയും ചെയ്യുന്നതായിരുന്നു ഈ എപ്പിസോഡിൽ ആദ്യം കണ്ടുവരുന്നത്. അവൻ്റെ സഹോദരനായ സ്വീറ്റ് എന്ന ബ്രദറിൻ്റെ വെല്ലുവിളിയെ മറികടന്നിട്ടാണ് അവൻ ഇപ്പോൾ നമ്മുടെ ലോസ് സാൻഡോസിൽ എത്തിയിരിക്കുന്നത്. അതിന് കാരണം അവൻ്റെ അമ്മയുടെ മരണം തന്നെയാണ്. അവൻ്റെ അമ്മയുടെ മരണത്തിൽ അത്രയധികം തളർന്ന അവൻ ഇപ്പോൾ എല്ലാ ബെറ്റും അല്ലെങ്കിൽ എല്ലാ വെല്ലുവിളിയും കടന്ന് ഇവിടെ വന്നിരിക്കുന്നത് അവൻ്റെ അമ്മയുടെ മരണത്തിലെ ദുരൂഹത അവൻക്ക് അറിയണം എന്ന ഒരൊറ്റ ഉദ്ദേശം കൊണ്ടാണ്. ഈ പോലീസ് ഓഫീസർ ഇപ്പോൾ അവന് ഒരു ഒഴിഞ്ഞ പ്രദേശത്ത് അവനെ ഉപേക്ഷിക്കാൻ നിൽക്കുകയാണ്. ഉപേക്ഷിച്ച് കഴിഞ്ഞു. ഓക്കെ, അപ്പൊ ഇതോടുകൂടിയാണ് അവന്റെ ഈ ഒരു സ്റ്റോറി ആരംഭിക്കുന്നത്. നമ്മളെ GTA അഥവാ ഗ്രാൻഡ് തെഫ്റ്റ് ഓട്ടോ എന്ന ഈ സീരീസ് അഥവാ സെനാൻഡ്രിയാസ് എന്ന ഈ ഒരു സീസൺ ആരംഭിക്കുന്നത് ഈ ഒരു സെറ്റിൽ നിന്നാണ്. അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് തുടങ്ങാം. അപ്പോൾ നമുക്ക് ഫ്രണ്ടിലൊരു സൈക്കിൾ കാണുന്നുണ്ട്. നമുക്ക് ബട്ടൺ, നമുക്ക് മൊബൈൽ യൂസേഴ്സ് ആണെങ്കിൽ നമുക്ക് ബട്ടണ് അല്ലെങ്കിൽ എന്താണ് അനലോഗാണ് എന്തോ അവർക്ക് ചൂസ് ചെയ്യാൻ പറയും. അത് ഒബ്വിയസ്ലി അങ്ങനെയാണ്. അപ്പോൾ നമുക്ക് മാപ്പിൽ കളിക്കുന്ന CJ എന്നുള്ള ഒരു മാപ്പ് ലെഫ്റ്റ് സൈഡിൽ ബ്ലിങ്ക് ചെയ്ത് കാണിക്കുന്നുണ്ടായിരുന്നു നേരത്തെ. അപ്പോൾ ബ്ലിങ്ക് ചെയ്ത ഭാഗത്ത് CJ എന്ന ടവറിൻ്റെ അടുത്തേക്ക് അല്ലെങ്കിൽ ആ ഒരു ലൊക്കേഷൻ്റെ അടുത്തേക്ക് നേരെ പോവുക. എനിക്ക് അത്രയ്ക്കധികം ഞാനിപ്പോൾ കുറേ കാലമായിട്ട് ഇപ്പോൾ GTA സാൻഡോസ് കളിച്ചിട്ടില്ല. അപ്പോൾ ഒരു ഡ്രോബാക്ക് ഉണ്ടാവും. അപ്പോൾ എല്ലാവരും അത് കണക്കാക്കിയിട്ട് നോക്കുക. അപ്പോൾ ആരൊക്കെ വന്ന് ഇടിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക, ഇത്രയും കാലം ഒരു 10 വർഷമായിട്ടുണ്ടാവും നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ GTA സാൻഡോസ് ഒക്കെ ഇറങ്ങിയിട്ട്. പക്ഷെ ഇപ്പോഴും ഈ ഒരു ഗെയിമിൻ്റെ തട്ട് താന്ന് തന്നെ ഇരിക്കും. അത്രയും അൾട്ടിമേറ്റ് ഇംപ്രസീവ് ഏതൊരു ഗെയിം വെച്ച് നോക്കിക്കഴിഞ്ഞാലും അത്രയും അടിപൊളി ഗെയിം തന്നെയാണ് GTA സാൻഡോസ്, ഞാൻ ഇപ്പോഴും പറയുന്നത്. അപ്പോൾ നമ്മുടെ ഗ്രോവ് സ്ട്രീറ്റിൻ്റെ മെയിൻ സ്ട്രീറ്റിലേക്കുള്ള ഒരു ചെറിയൊരു എളുപ്പവഴിയാണ് ഇപ്പോൾ ഈ ഒരു കാണുന്നത്. ഞാൻ ഇതിന് മുന്നേ കുറേ വട്ടം ഞാൻ ഈ മെഷീനൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. എന്നാലും ഞാനൊരു യൂട്യൂബ് സ്ട്രീമിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ യൂട്യൂബിൻ്റെ ഒരു എപ്പിസോഡിന് വേണ്ടിയിട്ടാണ് ഞാൻ വീണ്ടും കളിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആ മെഷീനിലേക്ക് കടന്നു. ബിഗ് സ്മോക്ക് എന്നാണ് നമ്മുടെ ഫസ്റ്റ് മെഷീൻ്റെ പേര്. ഓക്കെ, അപ്പോൾ അവൻ ആദ്യമായിട്ട് എന്ന് വെച്ചാൽ അവൻ ലിബർട്ടി സിറ്റിയിലേക്ക് മാറിയതിന് ശേഷം വീണ്ടും കുറേ വർഷത്തിന് ശേഷം വീണ്ടും അവൻ്റെ വീട്ടിലേക്ക് തിരിച്ചെത്തുകയാണ്. അവൻ അമ്മയുടെ ഫോട്ടോ നോക്കിയിട്ട് ഒരുപാട് നല്ല രീതിയിൽ അവനക്ക് ഡിപ്രഷൻ അടിക്കുന്നുണ്ട്. അത് നമുക്ക് ഈ സീനിലൂടെ കാണാൻ പറ്റും.
ഓക്കെ, അവൻ ആ സീറ്റൊക്കെ ചെയറൊക്കെ ശരിയാക്കിയിട്ടിട്ട് വീണ്ടും അവൻ ആ ടേബിളിൽ അവൻ്റെ അമ്മയുടെ ഫോട്ടോ വെച്ചിട്ട് ഒരുപാട് നോക്കിയിട്ട് അവൻ വിഷമിച്ചിരിക്കുന്ന ഒരു സീനാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഒരു ഓക്കെ, അപ്പോൾ സ്മോക്ക് അഥവാ ഈ ഒരു GTA San Andreasലെ ഒരു ക്യാരക്ടറാണ് സ്മോക്ക്. അവനിപ്പോൾ വന്നിരിക്കുകയാണ്, ബിഗ് സ്മോക്ക് ആണെന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ അവൻ അതിന് വിഷ് ചെയ്യാണ്. അവൻ പെട്ടെന്ന് വീട്ടിൽക്കാരോ കടന്നു വന്നതിനൊരു ഇമ്പാക്റ്റ് എന്ന രീതിയിൽ അവനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വന്നായിരുന്നു. അപ്പോൾ CG ആണെന്ന് അറിഞ്ഞ രീതിയിൽ അവർ ഓക്കെ ആയി, അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലായി. അവർ സംസാരിക്കുകയാണ്. ഇതിൽ ഒരുപാട് 90+ അല്ലെങ്കിൽ 80+ ഒരുപാട് ലാംഗ്വേജ് കാര്യങ്ങളൊക്കെ ഈ ഗെയിമിൽ ഉൾപ്പെടും. അതൊക്കെ അറിഞ്ഞുകൊണ്ട് മാത്രമാണ് പേരൻസ് ഈ വീഡിയോ കാണേണ്ടത്. അപ്പോൾ ബിഗ് സ്മോക്ക് അവരെ എടുത്തിട്ട് നമ്മുടെ സെമിത്തേരിയിലേക്ക്, അമ്മയുടെ സെമിത്തേരിയിലേക്ക്, അമ്മയെ നമ്മൾ എവിടെയാണോ അടക്കം ചെയ്ത് ആ സെമിത്തേരിയിലേക്ക് കൊണ്ടുപോയാണ് ബിഗ് സ്മോക്ക് ചെയ്യുന്നത്. അപ്പോൾ അത്രയും നല്ലൊരു ക്യാരക്ടറാണ് ബിഗ് സ്മോക്ക് എന്ന് നമുക്ക് ഫസ്റ്റ് എപ്പിസോഡിൽ മനസ്സിലാക്കാം. അപ്പോൾ ബിഗ് സ്മോക്കും CG നമ്മുടെ കാൾ ജോൺസണും കൂടിയിട്ട് പോവുകയാണ്. അപ്പോൾ ഇതിൽ റൈഡർ ഉണ്ട്. ലെഫ്റ്റ് സൈഡിൽ കാണുന്ന റൈഡർ, മിഡിൽ സൈഡിൽ സ്വീറ്റ്, റൈറ്റ് സൈഡിൽ കാഡ്ലി എന്ന് പറഞ്ഞാൽ നമ്മുടെ സഹോദരി, അല്ലെങ്കിൽ നമ്മളെന്ന് പറയുമ്പോൾ പ്രോട്ടോഗോണിസ്റ്റ് ആയിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ നമ്മൾ CG എന്നുള്ളൊരു ക്യാരക്ടർ സ്വീകരിച്ചിരിക്കുകയാണ്. അവർ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ സ്വീറ്റ് എന്ന് പറയുമ്പോൾ ഒരു ഇൻട്രോവേർട്ട് ക്യാരക്ടറാണ്. ആൾക്ക് എന്ന് പറയുമ്പോൾ ഒരു സന്തോഷം വരുന്ന ഒരു അല്ലെങ്കിൽ ഒരു ആക്ടിവിറ്റിയിൽ പോലും ആൾ സന്തോഷിക്കാറില്ല. ആൾ അതിൽ ഏതെങ്കിലും കാരണം പിടിച്ച് നെഗറ്റീവ് അടിക്കുന്ന ഒരാളാണ് സ്വീറ്റ്. ആളുടെ ക്യാരക്ടർ അങ്ങനെയാണ്, ആളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, ആളങ്ങനെയാണ്. ഇപ്പോൾ നമ്മുടെ കാറ്റലിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സഹോദരി എന്തോ പറഞ്ഞ് അതിന് പോലും ആൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയായിരുന്നു. അപ്പോൾ CG നമ്മുടെ സ്വീറ്റിനോട് എന്തൊക്കെ സംസാരിക്കുന്നുണ്ട്. അവർക്ക് എന്ന് പറയുമ്പോൾ ഈ ഗ്രോ സ്ട്രീറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ട്രീറ്റാണ്, അല്ലെങ്കിൽ ഗ്രോ സ്ട്രീറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗ്യാങ് ആണ്. അപ്പോൾ അതിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഇത്രയും ഒരു ക്രേസി ആയിട്ടുള്ളൊരു സിറ്റുവേഷനിൽ എങ്ങനെയാണ് നിനക്ക് പുറത്ത് പോകാൻ തോന്നിയിട്ട് കുറ്റപ്പെടുത്തുന്നത് നമ്മുടെ CGനെ സ്വീറ്റ്. അപ്പോൾ അവർ സിമിത്തേരിയുടെ പുറത്ത് കിടക്കുന്ന സമയത്ത് ബെല്ലാസ് ഗ്യാങ്, അതാണ് നമ്മുടെ ഫസ്റ്റ് എനിമി. ഇതാണ് ബെല്ലാസ് ഗ്യാങ്. ഈ റോസ് വണ്ടിയിട്ട് വരുന്ന ആൾക്കാരുടെ ബെല്ലാസ് ഗ്യാങ്. അപ്പോൾ അവർ നമ്മുടെ വണ്ടി, ബിഗ് സ്മോക്കിൻ്റെ വണ്ടിയൊക്കെ കത്തിച്ച് കളഞ്ഞു അവർ. അപ്പോൾ നമ്മൾ നേരെ വണ്ടി എടുത്തിട്ട് ഇപ്പോൾ ഫസ്റ്റ് മെഷീനാണ്, ഇതാണ് മെയിൻ മെഷീൻ. ഫസ്റ്റത്തെ നമ്മുടെ റൈഡറിൻ്റെ ബൈക്കിലാണ്, റൈഡറിൻ്റെ ബൈസിക്കിളിൽ നമ്മൾ മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് അവരുടെ ബാക്കിൽ പോകണം എന്നാണ് ഇപ്പോൾ ഇതിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ റൈഡറാണ് നമ്മുടെ ലൊക്കേഷൻ മോട്ടീവായിട്ട് നമ്മുടെ ഫ്രണ്ടിൽ കിടക്കുന്നത്. എനിക്ക് കുറേ കാര്യമുള്ളൊരു എക്സ്പീരിയൻസ് കുറവ് കാരണം എനിക്ക് കുറേ തട്ടിൽ കിട്ടുന്നുണ്ട്. എല്ലാവരും നോക്കുക. ഞാൻ ഇതിനു മുന്നേ ഇത് കളിച്ചിട്ടുണ്ട്. ഒരു ചീറ്റ് പോലും ഉപയോഗിക്കാതെ തന്നെ ഞാൻ ഈ ഗെയിം ഫിനിഷ് ആക്കിയിട്ടുണ്ട്. അതെ, ബെല്ലാസ് ഗ്യാങ്ങിലത്തെ പല പയ്യന്മാർ ഈ റൈഡറിനെ, സ്മോക്കിനെ, സ്വീറ്റിനെ ഒരാളും ലൊക്കേറ്റ് ചെയ്യണില്ല, അല്ലെങ്കിൽ അവരൊരാളെ എയിം ചെയ്യണില്ല. നമ്മളെ മാത്രമേ വീഡിയോ വെക്കണം. അതെന്താണ് അതിൻ്റെ കുട്ടൻസ് എന്ന് മനസ്സിലാവുന്നത്. നമ്മളെ മാത്രമാണ് അവർ ഇത്രയും പ്രശ്നമായി നിൽക്കുന്നത്. കണ്ട, നമ്മളെ മാത്രമാണ് അവർ ഷൂട്ട് ചെയ്യണത്. അവർ ബാക്കി ഇടിക്കണം, അല്ലെങ്കിൽ അവർ ഫ്രണ്ടിൽ വരുന്ന കാരണമാണ് എനിക്ക് കറക്റ്റായിട്ട് പൊസിഷൻ ക്ലിയർ ആവാത്ത സൈക്കിൾ ഓടിക്കുമ്പോൾ. ഓക്കെ, റൈഡർ നിൽക്കുന്ന സ്ഥലത്തേക്ക് നമ്മൾ വന്നു. ബാക്കിൽ ബെല്ലാസ് ഗ്യാങ് ഉണ്ട്. അപ്പോൾ വീണ്ടും നമ്മൾ റൈഡ് തുടങ്ങുകയാണ്. അപ്പോൾ റൈഡർ എന്നുള്ള ക്യാരക്ടറിനെ പിന്തുടരാനാണ് ഇപ്പോൾ GTA San Andreas നമ്മളോട് ഫസ്റ്റ് എപ്പിസോഡിൽ പറയണത്. നമ്മൾ കറക്റ്റായിട്ട് പിന്തുടരുന്നുണ്ട്. അപ്പോൾ റൈഡർ നല്ല ആളായിരിക്കും, നല്ലൊരു കമ്പനിക്കാരനായിരിക്കും. അതുകൊണ്ടായിരിക്കും. ഓ സോറി മോൻ, നമ്മളൊരു പോലീസുകാരനെ നൈസായിട്ട് സൈക്കിളോട് ഇടിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വാണ്ടഡ് ലെവൽ 1 കയറിയിട്ടുണ്ട്. വാണ്ടഡ് ലെവലിൽ റൈറ്റ് സൈഡിൽ ഫസ്റ്റ് ടോപ്പിൽ കാണിക്കാനാണ് വാണ്ടഡ് ലെവൽ. അപ്പോൾ 1 സ്റ്റാർ കയറിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും പോലീസുകാർ കണ്ടു കഴിഞ്ഞാൽ സീനാണ്. 2 വാണ്ടഡ് ലെവലാകുമ്പോഴാണ് നമുക്ക് സീൻ വരണത്. പോലീസുകാർ പുറകെ വന്നിട്ട് നമ്മൾ അറ്റാക്ക് ചെയ്യും. 1 ആണെങ്കിൽ വലിയ സീനില്ല. റോട്ടിൽ കൂടെ ഏതെങ്കിലും പോലീസുകാർ കാണുകയാണെങ്കിൽ മാത്രമേ സീനുള്ളൂ.
അപ്പോൾ എന്തായാലും നമ്മൾ സ്കേറ്റിങ്ങിൻ്റെ സ്ഥലമൊക്കെ കഴിഞ്ഞു നേരെ മെയിൻ റോഡ് കയറി. ഇതാണ് നാഷണൽ ഹൈവേ നമ്മുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ റൈഡറിൻ്റെ ബാക്കിൽ തന്നെയാണ് ഞാൻ പോണേ. അപ്പോൾ ഞാൻ മെയിനായിട്ട് മറ്റേ ഫ്രണ്ട് പൊക്കിയിട്ട് പോകാനുള്ളൊരു പരിപാടിയാണ്. കാരണം ഫ്രണ്ട് പൊക്കിക്ക് പോകുമ്പോൾ നമുക്ക് കുറച്ച് ഡോളർ നമുക്ക് എക്സ്ട്രാ ഏൺ ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ ഫ്രണ്ട് പൊക്കിയിട്ട് പോണത്. കാരണം നമ്മൾ കമ്പ്യൂട്ടറിൽ കളിക്കുന്നതിനേക്കാളും ഫ്രണ്ട് പൊക്കിയിട്ട് പോകാൻ ഏറ്റവും എളുപ്പം നമ്മൾ മൊബൈൽ കളിക്കുമ്പോൾ. കാരണം ഫ്രണ്ടിലുള്ള ബട്ടൺ ഡബിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് ഫ്രണ്ട് പൊക്കിയിട്ട് പോകാൻ പറ്റും. അപ്പോൾ അവിടെ എത്തുന്നതിനേക്കാളും മുന്നേ $76 നമുക്കതിൽ കിട്ടി. ഓക്കെ, അപ്പോൾ ആ ഒരു മിഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ അവർ പറയുന്നുണ്ട്. അപ്പോൾ അതൊരു നല്ലൊരു കാര്യമായി എന്നുള്ള കാര്യങ്ങളൊക്കെ അവർ പറയുന്നുണ്ട്. റൈഡറും സ്വീറ്റും കൂടിയിട്ട്. അപ്പോൾ അവരുടെ വീട്ടിലേക്ക് പോകാനുള്ള പരിപാടിയിലാണ്. നമ്മളെ മിഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർ ഹാങ് ഔട്ടിന് വിളിക്കുന്നുണ്ട്. അവർ ഹാങ് ഔട്ടിലാണ് ഓൾറെഡി. അപ്പോൾ നമ്മൾ വിളിക്കുന്നുണ്ട്. ഓക്കെ, നമ്മൾ പോകാൻ ഒരു വിഷയമല്ല. ഹാങ് ഔട്ടിനും കാര്യങ്ങൾക്കും ട്രിപ്പ് പോകണമെങ്കിലൊക്കെ നമ്മൾ സെറ്റാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ വീട്. ഇതാണ് നമ്മുടെ CJ അഥവാ കാൾ ജോൺസന്റെ വീട്. ഇത് കാൾ ജോൺസന്റെ ഗാരേജ് അഥവാ നമുക്ക് ഏത് വണ്ടി വേണോ അതൊക്കെ നമുക്ക് ഇവിടെ സേവ് ചെയ്ത് വെക്കുക. കാരണം ഒരു വണ്ടി അവിടെ ആ ഗാരേജിൽ കയറ്റി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കളിക്കുന്നിടത്തോളം ആ വണ്ടി നമ്മുടെ കയ്യിൽ തന്നെ ആയിരിക്കും. ഞാൻ തൽക്കാലം ഞാൻ ആ ഗാരേജിൽ സൈക്കിൾ വെക്കുകയാണ്. സൈക്കിൾ നല്ലൊരു വെഹിക്കിളാട്ടോ. എനിക്ക് GTA San Andreas കളിച്ചതിന് ശേഷം ഞാനൊരു മുന്നേ ഒരു സൈക്കിൾ വെച്ചിട്ടുണ്ടായിരുന്നു. സൈക്കിൾ നല്ലൊരു എക്യുപ്മെൻറ്റാണ്. കാരണം മേലേക്ക് നമുക്ക് ഒരു മലയുടെ മുകളിലേക്ക് കയറാൻ വേണമെങ്കിൽ പോലും ഏറ്റവും ബെറ്റർ അതാ. ഓക്കെ, അപ്പോൾ നമ്മുടെ വീട്ടിൽ കയറിയിട്ടുണ്ട്. നേരെ കാണുന്നത് ഒരു ഡിസ്ക്കാണ്, സേവിങ് ഡിസ്ക്കാണ്. നമ്മൾ കമ്പ്യൂട്ടറിൽ കളിക്കുകയാണെങ്കിൽ ആ സേവിങ് ഡിസ്കിൽ കയറിയിട്ട് വേണം നമ്മൾ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ മൊബൈലിൽ കളിക്കുകയാണെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൽ എക്സ്റ്റേണലായിട്ട് ഗെയിമും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അത് GTA San Andreasൽ, GTA Vice Cityയിലും GTA 3ലും GTA 2ലും GTA 1ലും ഒന്നും ഉണ്ടാവില്ലാത്ത സാധനമാണ്. GTA San Andreasൽ നമുക്ക് എക്സ്റ്റേണലായിട്ട് ഗെയിം കളിക്കാൻ പറ്റും. ഇൻബിൽഡ് ഗെയിം ഇതിലുണ്ട്. അതൊരു നല്ലൊരു പ്ലസ് പോയിൻ്റാണ്. കാരണം ഒരു ഡീറ്റെയിലിംഗ് ആണ്. നമുക്ക് ഈ ഒരു ഓപ്പൺ വേൾഡ് ഗെയിമിൽ ഇത്രയും ഡീറ്റെയിലിംഗ് ആയിട്ടൊരു ഇൻബിൽഡ് ഗെയിമൊക്കെ കളിക്കാന്ന് പറഞ്ഞാൽ അത് ഈ GTA San Andreas ഡെവലപ്പ് ചെയ്ത ഒരാളുടെ കഴിവ് തന്നെയാണ്. ഇപ്പം നമ്മുടെ റൂമിൽ കയറിയിട്ടുണ്ട്. നമുക്കൊരു ക്യാമറ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ക്യാമറ വെച്ചിട്ട് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും, സൂം ചെയ്യാൻ പറ്റും, സൂം ഔട്ട് ചെയ്യാൻ പറ്റും, എല്ലാം ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മുടെ വേറെ പൂച്ചയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഫോട്ടോ ഒക്കെ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ എനിക്ക് ഈ വൈറ്റ് ബനിയൻ ഇഷ്ടമില്ല. നമുക്ക് ഈ വൈറ്റ് ബനിയൻ ഊരാം. എനിക്കിഷ്ടമല്ല, സത്യം പറഞ്ഞാൽ എനിക്കിഷ്ടമില്ല. വൈറ്റ് ബനിയൻ ഊരിയിട്ട് ശരിക്കും പറഞ്ഞാൽ പൈസ ഉണ്ടെങ്കിൽ ഞാൻ നമ്മുടെ ഗ്രീൻ പാൻ്റ് ആക്കിയായിരുന്നു, നമ്മുടെ ഗ്രോ ഗാങ്ങിൻ്റെ. ഓക്കെ, അപ്പോൾ ഞാൻ വൈറ്റ് ബനിയൻ ഊരി. ഇനി ഡ്രസ്സിൻ്റെ കടയിൽ നമുക്ക് ആക്ടിവേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഗ്രീൻ പാൻറ് നല്ല പാൻറ്റാണ്. നമ്മുടെ ഒരു ഗ്രോ സ്ട്രീറ്റിൻ്റെ ഒരു സിമ്പിളായിട്ട് തന്നെ ഗ്രീൻ പാൻറ് നമുക്ക് ഇടാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ കോസ്റ്റ്യൂം. ആ വൈറ്റ് ബനിയൻ ഊരിയതാണ് നമ്മുടെ കോസ്റ്റ്യൂം. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ ഫസ്റ്റ് എപ്പിസോഡിൽ നമ്മൾ സ്മോക്കിനെ കണ്ടു, നമ്മുടെ റൈഡറിനെ കണ്ടു, അതുപോലെ ബിഗ് സ്മോക്ക്, നമ്മുടെ സ്വീറ്റ്, അതുപോലെ കാഡില്, നമ്മുടെ സിസ്റ്റർ, അതുപോലെ എല്ലാവരും നമ്മൾ കണ്ടു. അപ്പോൾ മെയിനായിട്ട് പറയാനുള്ളത് നമ്മുടെ അമ്മേനെ കൊന്നതിൻ്റെ പ്രതികാരം തീർക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ CJ തിരിച്ചു വന്നിട്ടുള്ളത്. അപ്പോൾ ആരാണ് കൊന്നതെന്നൊന്നും ഒരു ഐഡിയ അല്ല, പക്ഷെ നമ്മളത് കണ്ടുപിടിക്കും. അപ്പോൾ കണ്ടുപിടിക്കാൻ നമ്മൾ സ്റ്റേ ട്യൂൺ ആയിട്ട് നമ്മൾ GTA San Andreas കളിക്കാത്തവർ എന്തായാലും നമ്മുടെ ചാനലിൽ കയറി സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് കാര്യങ്ങൾ അറിയുക. നിങ്ങൾക്ക് ചിലപ്പോൾ ഗെയിം കളിക്കാൻ താല്പര്യമില്ലാത്ത ആളായി കഴിഞ്ഞാലും ഇതിൻ്റെ സ്റ്റോറി മനസ്സിലാക്കാൻ ഇത് സബ്സ്ക്രൈബ് ചെയ്താൽ